ഇസ്ലാമിൽ ബർത്ത്ഡേ കഴിക്കാൻ പറ്റുമോ? പല ആളുകളുടെ ചോദ്യമാണ്, ബർത്ത്ഡേ കഴിക്കാൻ പറ്റുമോ? തീർത്തും നിഷിദ്ധമാണ്. ഇസ്ലാമിൽ ബർത്ത്ഡേ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെയില്ല. ബർത്ത്ഡേ കഴിക്കുന്നത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ സമുദായം ഇന്ന് വളരെ വ്യാപകമായിട്ട് ബർത്ത്ഡേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ക്രിസ്ത്യന്മാരുടെ ആചാരമാണ്, ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരത്തെ നാം പേര് നടന്നുകൊണ്ടു ഇന്ന് വ്യാപകമായിട്ട് കുട്ടികളോടതും വലിയ ആളുകളുടേതും എല്ലാം ഇങ്ങനെ വ്യാപകമായിട്ട് ബർത്ത്ഡേ നടത്തിക്കൊണ്ടുവരികയാണ്. ഇസ്ലാം എന്തോ നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ തെറ്റ് സംഭവിക്കൂ എന്ന വിധത്തിലാണ് ഇന്ന് പല ആളുകളും ബർത്ത്ഡേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വലിയ പാർട്ടി ഹാൾ തന്നെ സജ്ജമാക്കി ആ കുട്ടിയെ കൊണ്ടുവരികയും അല്ലെങ്കിൽ വലിയ ആളുകളെ കൊണ്ടുവരികയും അവിടെ കേക്ക് കട്ടാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്ന് ഇസ്ലാമിലേക്കൊന്ന് കടത്തിക്കൂട്ടിയതാണ്. ഇസ്ലാമിൽ തീർത്തും അത് തെറ്റാണ്. പിന്നീട് എനിക്ക് പറയാനിരിക്കുന്നത്, കേക്ക് എന്ന് പറയുന്ന സംഭവം തിന്നുന്നതിൽ യാതൊരു വിരോധമില്ല. പക്ഷേ കേക്ക് കട്ടാക്കാൻ പാടില്ല. എപ്പോഴാ? മറ്റുള്ള മതക്കാരുടെ ആചാരം പേര് നടന്ന് അവരെ നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ അത് നമുക്ക് പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ട് തീർത്തും ഇസ്ലാമിൽ ബർത്ത്ഡേ എന്ന് പറയുന്ന ഈ സാധനം തന്നെ ഇല്ല. പക്ഷേ ബർത്ത്ഡേ കഴിക്കാം. ആരുടേതാണ്? ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർത്ത്ഡേ മാത്രം കഴിക്കലാണ് നമുക്ക് അനുവദനീയമുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളോട്, ബുദ്ധിയുള്ള ആളുകളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മക്കളുടെ വയസ്സ് കൂടിയതിൽ നാം ദുഃഖിക്കലാണോ വേണ്ടത്, അല്ല സന്തോഷിക്കലാണോ വേണ്ടത്? ഇനി മുന്നോട്ട് പോകുന്ന സമയം ഖബറിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുത്തു എന്ന വിഷയത്തിൽ ദുഃഖിക്കലാണോ വേണ്ടത്, സന്തോഷിക്കലാണോ വേണ്ടത്? ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, ഉദാഹരണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. ആ 500 രൂപയിൽ 10 രൂപ എന്തായി? ചിലവായി. എന്നാൽ 490 രൂപ അവൻ്റെ കയ്യിൽ സേവാണ്. എന്നാൽ 10 രൂപ അവനിൽ നിന്ന് ചെലവായി എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ സന്തോഷിക്കുകയാണോ വേണ്ടത്, അല്ല ദുഃഖിക്കുകയാണോ വേണ്ടത്? എൻ്റെ കയ്യിൽ 10 രൂപ കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദുഃഖിക്കുകയാണോ വേണ്ടത്, അല്ല സന്തോഷിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ തന്നെ മറുപടി പറയും. ശരിയല്ലേ?